ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ദിന ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാ വണ്ടിയും സെപ്പറേറ്റ് ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്ന്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ എക്ലിപ്സിൻ്റെ സ്വന്തം വൈൽഡാണ് ഗൈസ്. നമ്മുടെ ഈ പുറകിൽ കിടക്കുന്ന വണ്ടിയാണ് ഐറ്റം. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഒരു വണ്ടിയാണ് ഗൈസ്. നമ്മുടെ ഫ്രണ്ടൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇവൻ്റെ ചേസ് വരുന്ന അശോക് ലേലാൻഡ് വൈക്കിംഗ് 210 വീൽ ബേസ് ആണ്. ഇത് പുതിയ വണ്ടിയാണ് ഗൈസ്, ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. നമ്മുടെ കൊണ്ടോടി ബോഡിയാണ് ഗൈസ്, നമ്മുടെ കൊണ്ടോടി ലക്ഷൂറ SDX ബോഡിയാണ്. പിന്നെ ഈ കൊമ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് കയറ്റിയതാണ് ഗൈസ്. കൊണ്ടോടിയിൽ നിന്ന് അങ്ങനെ കൊമ്പൊന്നും ചെയ്ത് തരത്തില്ല, അവർ ബോഡി കോഡ് വെച്ചാണ് ചെയ്ത് തരത്തുള്ളൂ. പിന്നെ അടിപൊളി വണ്ടിയാണ്. പിന്നെ നമ്മുടെ കോമ്രേഡിൻ്റെ ഒരു സാമ്യതയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ കോമ്രേഡ് ഒന്ന് ചെറുതായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു അതിൻ്റെ ഒരു സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ഡീസൽ വണ്ടിയാണ്, നമ്മുടെ കോമ്രേഡ് CNG ആയിരുന്നു. ഇപ്പോൾ CNGയുടെ ചേസിനൊക്കെ നല്ല വിലയായതുകൊണ്ട് പിന്നെ നമ്മൾ ഡീസൽ തന്നെ എടുത്തു ഗൈസ്. ഡീസലിന് ഇപ്പോൾ നല്ല വിലയാണ്. പിന്നെ ഇവന് 2 റൂട്ടൊക്കെ ഉണ്ട്. വൈറ്റില തിരുവനന്തപുരം, വൈറ്റില ബാംഗ്ലൂർ 2 റൂട്ടാണ് ഓടുന്നത്. ഒന്ന് നമ്മുടെ കോമ്രേഡിൻ്റെ പെർമിറ്റ് തന്നെയാണ് ഗൈസ്. ഇപ്പോൾ 2 പെർമിറ്റിലാണ് ഈ ഒരു വണ്ടി ഓടുന്നത്. പിന്നെ ഇവൻ്റെ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തലയെടുപ്പുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2 കൊമ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ കൊമ്പും കൂടി വെപ്പിച്ചത്. പിന്നെ 2 വൈപ്പറുണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. സാധാരണ ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം ഒറ്റ വൈപ്പറാണ്. ഇപ്പോൾ 2 വൈപ്പർ നമ്മൾ ഒരു വൈപ്പർ എക്സ്ട്രാ കയറ്റിയതാണ് ഗൈസ്. ഇത് നമ്മുടെ ട്രാവൽ ഹബിൻ്റെ നെയിമൊക്കെ നമ്മൾ നീല കളറിലാണ് കൊടുത്തേക്കണത്, കാരണം ഇതിൻ്റെ ഫുൾ കളർ നീലയാണ്. ഓർഡിനറി വേഴ്സാണ് ഗൈസ്, LS അല്ല. പിന്നെ ദ വൈൽഡ് ആനിമൽ എന്നും പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ 2 സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്ത് കുറച്ച് ഡ്രീം ക്യാച്ചറൊക്കെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സെയിം കോമ്രേഡിൻ്റെ അകമൊക്കെ തന്നെയാണ്. ഞാൻ അകം ഒന്നുകൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഹെഡ്ലൈറ്റൊക്കെ അത്യാവശ്യം അടിപൊളി ഒരു പ്രീമിയം ലുക്ക് തന്നെയുണ്ട് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബോഡിയാണ് കൊണ്ടോടിയുടെ ഈ ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഷട്ടർ ബോഡിയൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഷട്ടർ ബോഡിയൊക്കെ ഇപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയാലും ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ നല്ല പാടാമെന്നാണ് ഓരോരുത്തർ പറയണത്. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം ഗൈസ്. സൈഡ് ആദ്യം ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഡ്രൈവറിൻ്റെ സൈഡിൽ തന്നെയാണ്, വൈക്കിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം ഫ്രണ്ട് ഓവർഹാങ് നല്ല കൂടുതലുള്ള വണ്ടിയാണ് ഗൈസ്. പിന്നെ വൈൽഡിൻ്റെ ആ ഒരു ലോഗോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൈൽഡിനൊരു പ്രത്യേക ലോഗോയാണ് ഗൈസ്, നമ്മുടെ ടൂറിസ്റ്റിനൊന്നും ഇല്ലാത്ത ഒരു ലോഗോയാണിത്. പിന്നെ നമ്മുടെ ട്രാവൽ ഹബിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്യാം നമുക്ക് ഫ്രണ്ടിൽ. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മൾ പിന്നെ അങ്ങനെ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ട്രാവൽ ഹബിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ 3 സൈഡിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഒരു പടമൊക്കെ കൊടുത്ത് നമ്മുടെ ട്രാവൽ ഹബിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറയിൽ നമ്മൾ റൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടിയുടെ ഗ്ലാസ് വരുമ്പോഴത്തേക്കും ടിൻറ്റ് ഗ്ലാസ് ആണ് ഗൈസ്, നമ്മുടെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചേക്കുന്നതല്ല, ടിൻ്റായിട്ടുള്ള ഗ്ലാസ്സാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളിംഗ് ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പെറ്റിയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടിൻറ്റ് ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു കൂളിംഗ് ഫിലിമിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതാണ് നമ്മൾ ടിൻറ്റ് ഗ്ലാസ് വെച്ചത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് ഗൈസ് ഇത്. കൊണ്ടോടിയുടെ ഏറ്റവും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ബോഡിയാണ് ഈ ലക്ഷൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലക്ഷൂറയുടെ 2-3 വേരിയൻ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ഒരു വേരിയൻ്റ് ആണ് കൊള്ളാവുന്നതായിട്ട് തോന്നിയത്. പിന്നെ പുറകിൽ തന്നെ കൊണ്ടോടിയുടെ ആ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, K എന്നും പറഞ്ഞ്. പിന്നെ ഇതേ സെയിം ബോഡി തന്നെ AC ഇവർ ഇറക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ AC ചെയ്തിട്ടില്ല ഗൈസ്. കാരണം ഓർഡിനറി വണ്ടിയാണ്, ACക്ക് 6 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ AC ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ACയുടെ ആവശ്യമൊന്നും ഇല്ല, അത്യാവശ്യം മഴയൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റാണ് ഗൈസ്. പിന്നെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡിലും നമ്മൾ ട്രാവൽ ഹബിൻ്റെ ലോഗോയും എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ടിൽ നമുക്ക് എഡിഷൻ നെയിം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് ബോർഡ് ഉള്ളതുകൊണ്ട് റൂട്ട് നമുക്ക് ആൾക്കാരെയൊക്കെ കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റിയാലെന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ടാണ് നമ്മൾ എഡിഷൻ നെയിം കൊടുക്കാഞ്ഞത്. ഇതേ ഫുള്ള് ടിൻറ്റ് ഗ്ലാസ് ആണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം പിന്നെ ലൈലൻഡ് വണ്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ കുറേ ഓടിക്കഴിയുമ്പോൾ ഇതൊന്ന് നൈസായിട്ട് ചൂടാവാൻ തുടങ്ങും ഇവൻ്റെ എൻജിൻ. അതുകൊണ്ട് തന്നെ ഡ്രൈവർ സൈഡിൽ നമ്മൾ കൂളിംഗ് ഫിലിം അടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. ഈ ഒരു ബോഡിയുടെ ടയർ ഇച്ചിരി ചെറുതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ കോംറേഡിൻ്റെ സെയിം ടയർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ടൂറിസ്റ്റിലോട്ട് വരുമ്പോൾ ആ ഒരു ബോഡിയുടെയൊക്കെ വലിപ്പം കാരണം നമുക്ക് ടയറിന് വലിയ സൈസ് തോന്നിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയുടെ അകത്തോട്ട് കയറി നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കാം ഗൈസ്. ഏതായാലും നമ്മുടെ BS6 ലൈലൻഡിന് ഒരു പ്രത്യേക സൗണ്ടുണ്ട്. CNGനേക്കാളും നല്ല സൗണ്ടുള്ള ഒരു വണ്ടിയാണ് ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗൈസ്. അപ്പോൾ നമ്മുടെ ലൈലൻഡിൻ്റെ സൗണ്ട് ഏതായാലും കൊള്ളാം. ഇതാണ് നമ്മുടെ വൈൽഡിൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ക്യാബിനാണ് ഗൈസ്. നമുക്ക് ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഫുള്ള് നേരെ പ്ലെയിനായിട്ട് ഉള്ളൊരു സംഭവമാണ് ഗൈസ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മുഴുവൻ. കംപ്ലീറ്റ് ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ടിൻറ്റ് ഗ്ലാസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അതുകൊണ്ടാണ് കൊണ്ടോടി ഇതിനകത്ത് മെയിനായിട്ട് AC വണ്ടിയായിട്ട് ഈ ബോഡി ഉപയോഗിക്കണത്. പിന്നെ നമ്മുടെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല എയറൊക്കെ കയറുന്ന ഒരു സംഭവമൊക്കെയാണ്. പിന്നെ ഇവൻ BS6 ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻജിൻ ചൂടാവുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അതൊന്നും വലിയ വിഷയമില്ല. ഏതായാലും നമുക്കിനി ഇവൻ്റെ അകത്തോട്ട് കിടക്കാം ഗൈസ്. അകത്ത് നമുക്ക് ഇതേ ഡോറൊക്കെ തുറക്കാം. BS6 ആയതുകൊണ്ട് തന്നെ സൈഡിൽ ഡോറൊക്കെ തുറക്കാൻ സ്വിച്ചുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതേ താഴെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും പോയി അകത്തോട്ട് കയറാം. നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കയറി നോക്കാം ഗൈസ്. നമ്മൾ അകത്തോട്ട് കയറുവാണ്. 2 ഡോറാണ് ഗൈസ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ബൈക്കിംഗ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഡോറ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇതേ ഇൻറ്റീരിയറിലോട്ട് കടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോടി ലക്ഷൂറിയുടെ ഇൻറ്റീരിയറാണ് ഗൈസ്. അടിപൊളി ഇൻറ്റീരിയറാണ്. ഈ വണ്ടിയുടെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഗൈസ്. നല്ല ലെഗ് സ്പേസ് ആണ്. 210 വീൽ ബേസ് ഷട്ടർ ബോഡിയിൽ കയറുന്നതിലും ലെഗ് സ്പേസ് കൂടുതൽ ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇവന് എമർജൻസി എക്സിറ്റ് ഉള്ളൊരു വണ്ടിയാണ് ഗൈസ് ഇത്. നമ്മുടെ ഷട്ടർ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊന്നുമില്ല. 2 ഡോറുണ്ടാവും. പിന്നെ BS6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഡോറ് തുറക്കാം. പിന്നെ അകത്തുനിന്ന് ഇതേ നമ്മുടെ ഡോറിൻ്റെ പെട്ടിയുടെ അവിടെ ഒരു സ്വിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവനൊരു 6 സ്പീക്കറിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ഒക്കെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ JBLൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെ ചെയ്തിട്ടുണ്ട്. 2 ഡോറിൻ്റെ അവിടെ ആ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഡോറ് തുറക്കാനും അടയ്ക്കാനും. പിന്നെ നമ്മുടെ ആ ഒരു പുറകിലത്തെ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ സൈഡ് വഴിയൊക്കെ കൂളിംഗ് ഫിലിം അടിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ ഏതായാലും ബാക്ക് സീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് ഇരുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സീറ്റിൻ്റെ വ്യത്യാസം ഈ ഒരു വണ്ടിക്കുണ്ട്. നമ്മുടെ ഷട്ടർ ബോഡീനെ വെച്ച് നോക്കുമ്പോൾ 3 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ 2 ഡോറ് വരുന്നതുകൊണ്ട് അവിടെ ഒരു 4 സീറ്റ് പോക്കാണ്. പിന്നെ നമ്മുടെ എമർജൻസി എക്സിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു 3 സീറ്റ് അവിടെ പോയി കിട്ടണത്. ഏതായാലും നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. നമ്മുടെ ഷട്ടർ ബോഡി പോലെയല്ല. പിന്നെ നമ്മുടെ ലഗേജ് വെക്കാനായിട്ട് ഒരു ട്രാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങറും കൊടുത്തിട്ടുണ്ട് ഗൈസ് ആൾക്കാർക്ക് പിടിച്ച് നിൽക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഷട്ടർ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് ഒരു എസ്കേപ്പ് ഹാച്ച് ഉണ്ട് ഗൈസ്, എയർ വെൻറ്റിലേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു 5 ആൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല സ്ഥലമാണ് ഗൈസ് ഫ്രണ്ടിൽ. പിന്നെ ഒരു 2 സീറ്റ് ഇല്ലാത്ത കാരണം
അവിടെ നല്ല സ്ഥലമുണ്ട്. ആ പെട്ടിയുടെ സൈഡിലൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. നമുക്ക് നേരെ താഴത്തോട്ട് ഇറങ്ങാം ഗൈസ്. നമ്മുടെ വണ്ടി ഏതായാലും കൊള്ളാം. പിന്നെ നമ്മുടെ ഈ ഒരു കറുത്ത കളർ ഗ്ലാസിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഹബിൻ്റെ നെയിം ഓൾറെഡി ഫ്രണ്ടിൽ കൊടുത്തു. ഇനി എല്ലായിടത്തും വെച്ച് ആ ചളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പിന്നെ വെക്കാഞ്ഞത്. അത്യാവശ്യം നല്ലൊരു ബോഡിയാണ് ഗൈസ്. നമുക്ക് ഷട്ടർ ബോഡിയേക്കാളും നല്ല യാത്രാസുഖമുള്ളൊരു ബോഡിയാണിത് ഗൈസ്. അങ്ങനെ നമ്മളിത് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. പിന്നെ ഇത് ഫ്രണ്ടിൽ 2 ലിപ്പൊക്കെ വരുന്നുണ്ട് ഗൈസ് ഇവന്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോകുന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ ഈ ബിൽഡിങ്ങിന് ചുറ്റും വഴിയുണ്ട്. നമുക്കപ്പോൾ ആ ഒരു വഴിയിൽ കൂടി വേണം ഇവനെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ക്യാബിൻ വ്യൂ ഇട്ട് ഓടിച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ ലിപ്പ് എന്ന് പറഞ്ഞാൽ കറുത്ത കളർ ലിപ്പാണ്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതാണ് കറുപ്പ് കളറ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോർ അങ്ങ് അടച്ചേക്കാം ഗൈസ്. ഡോർ ഇനിയിപ്പോൾ അടഞ്ഞു കിടക്കട്ടെ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി അങ്ങ് എടുക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ക്യാബിൻ വ്യൂ ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഏതായാലും വണ്ടിക്ക് അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റി വണ്ടി അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മളിത് ഫസ്റ്റിലിട്ട് വണ്ടി അങ്ങ് എടുക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മളിത് വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് തിരിക്കണം. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ട്. ഇവന് ഗ്രൗണ്ട് വിഡ്ത്ത് കുറച്ച് കുറവാണ്. നമ്മുടെ കോംറേഡിനും കുറവാണ്. പിന്നെ ഇവൻ ആ ലിപ്പ് വെച്ചുകൊണ്ട് കുറച്ചുകൂടി കുറഞ്ഞു പോയി ഗൈസ്. അതാണ് നമ്മൾ മറ്റേ ടൂറിസ്റ്റ് ബസ്സിൽ വെക്കുന്ന പോലത്തെ ലിപ്പ് വെക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലും ഡ്രോൺ ഷൂട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ ഞാനിവൻ്റെ വോക്കലിൻ്റെ എഫക്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പയ്യൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനായാലും വോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞാനെന്നാൽ റിവീൽ ചെയ്തപ്പോൾ കാണിച്ചു തന്നതാണ്. എന്നാലും നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. ഓക്കെ.